ഹായ്, വെൽക്കം ബാക്ക് മാളു സ്റ്റോറി. സോ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇന്ന് നമ്മളൊരു ക്ലീനിങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ക്ലീനിങ് ചെയ്യാതെ പറഞ്ഞാൽ വളരെ സുപരിചിതമാണ്. അപ്പം നിങ്ങളേക്ക് ഒരു പണിയെടുക്കാത്ത കുട്ടിയാണ്, ഒരു പണിയെടുക്കാത്ത കുട്ടിയായിട്ടല്ല ഗൈസ്. എനിക്ക് അതിനുള്ള സമയം ഉണ്ടാവില്ല, ഞാൻ അത്രയ്ക്കും ഓട്ടത്തിലാണ്. അപ്പം ലീവുള്ള ദിവസമാണ് ആകെ ക്ലീൻ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടല് സത്യം പറഞ്ഞാൽ. അപ്പം ഇന്ന് നമുക്ക് ലീവാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മൾ മൊത്തം ഇന്ന് ക്ലീനിങ് ചെയ്യാമെന്ന്. അത്യാവശ്യം നല്ലോണം ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട് ക്ലീൻ ചെയ്യുന്നത്, ഐ മീൻ ചാട്ടുമുട്ട ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണ്. ചാട്ടുമുട്ട മീൻസ് ഇങ്ങനെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെല്ലാം അവിടെ ഇവിടെ കൊണ്ടുപോയി ചിരുതിയൊക്കെ നമ്മൾ പെട്ടെന്നുള്ള ക്ലീനിങ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിപ്പിക്കാൻ പോകുന്നത് ഗൈസ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമ്മൾ ഫസ്റ്റ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയൻ്റെ അവസ്ഥ ഇതാണ് ഗൈസ്. കാരണം ആ ഒരു സ്പേസിലാണ് ഞാൻ കിടന്നുറങ്ങൽ. കാരണം എനിക്കിപ്പോൾ റൂം പറ്റിയില്ല. ഒരു 4-5 മാസമായിട്ട് ഞാനിപ്പോൾ സോഫയുമ്പോൾ തന്നെയാണ് കിടന്നുറങ്ങൽ. സോ ആ ഒരു കംഫർട്ട് സോൺ കിട്ടിക്കഴിഞ്ഞു. അമ്മ എപ്പോഴും ചീത്ത പറയും ഇവിടെ ഇങ്ങനെ കിടക്കുന്നതിനകത്ത് പോയി കിടന്നൂടെ, എന്തിനാ സോഫയുമ്പോൾ കിടന്ന് ഉരുണ്ട് പറഞ്ഞ് വീഴൂലേന്നൊക്കെ. ഞാൻ ഇതുവരെ വീണിയില്ല, ഇനി വീഴുമെന്ന് അറിയില്ല ഗൈസ്. സോ നമ്മളിവിടെ കിടക്കുക. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് ബെഡ്ഷീറ്റൊക്കെ ഉണ്ട് അവിടെ, ഞാൻ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് വെക്കണം. പിന്നെ നമ്മുടെ ഡൈനിങ് സ്പേസിലുള്ള മേശേൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ്. അപ്പം നമുക്കിനി ഫസ്റ്റ് നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് തന്നെ, കാരണം ഒരാൾ കയറി വരുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും, എനിക്ക് എപ്പോഴും ഉണ്ടാകുന്ന ആരെയും ക്ലീൻ ചെയ്യുമ്പോൾ കയറി വരും. ഈ പകുതിയുള്ള ക്ലീനിങ് എപ്പോഴും ആൾക്കാർ കാണും. അപ്പോൾ ഞാൻ ആദ്യം ഇനി മുതൽ എപ്പോഴും എടുക്കുന്ന തീരുമാനം ഫസ്റ്റ് നമ്മൾ ആൾക്കാർ പെട്ടെന്ന് കയറി വരുന്നോടത്തിൽ ക്ലീൻ ചെയ്തിട്ട് ബാക്കി സ്ഥലത്ത് പോയി ക്ലീൻ ചെയ്യാമെന്ന്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും എന്തായാലും. ചിലപ്പോൾ വല്ല കത്ത് തരാനോ കല്യാണക്കത്തോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. സോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ലിവിങ് ഏരിയ ക്ലീൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് റൂമൊക്കെ പോയി ക്ലീൻ ചെയ്ത് തുടങ്ങാം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഡൈനിങ് സ്പേസ് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷമുള്ളത് കാണാം. ഞാൻ ക്ലീൻ ചെയ്യുന്ന വീഡിയോ കൂടി ഇടുന്നില്ല, കാരണം അത് ഭയങ്കര ലോങ് ആയിപ്പോൾ. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടും ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ മാർക്കിടുക ഗൈസ്. സോ നമുക്ക് ക്ലീനിങ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയപ്പോൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് മീഷോന്ന് വന്നാണ് തിരിച്ച് ഡെലിവറിയാണ്. ചായ ഇളകി ഗൈസ്. ഒറ്റ പ്രാവശ്യം ഇത് ഇവരിവിടെ കൊണ്ടുപോയി വെച്ച് ഞാൻ ഓപ്പൺ ആക്കിയതിൽ കുറച്ച് വെള്ളം തൂത്തപ്പോഴേക്ക് ഇത് ചായ ഇളകിയ അവസ്ഥാനരായിട്ടുണ്ട്. സോ അപ്പോൾ നമ്മളിത് റിട്ടേൺ അയക്കണം. ആൻഡ് സോ അതാ ഒരാൾ വരുന്നുണ്ട് ഗൈസ്. ഈ വീട്ടിലെ ഏറ്റവും പ്രായം കൂടിയ ഒരാളാണ്, കാണിച്ചത്. ആളിതാ മാക്സി ഇട്ടിട്ടാണ് ഇപ്പോൾ നടക്കുക വീട്ടിൽ നിന്ന്. എൻ്റെ മാക്സിയാണ് ഗൈസ്. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് തന്ന മാക്സിയാണ്. ഇവർ ഇത് ഇട്ടിട്ടാണ് നടക്കുന്നത് ഗൈസ്. എന്താ ഒന്നും പറയാനില്ല, ഫോണില് ഗെയിം കളിച്ചു വരിക. ഇത് നമ്മളെ നാട്ടില് ഗെയിം ആണ് ഗൈസ് പറയാണ്ട്. ഇൻസ്റ്റാഗ്രാമിലാണ് ഗെയിം കളിക്കല് ഗൈസ്. അപ്പൊ നമുക്ക് ഡ്യൂട്ടിയിലേക്ക് പോവാം. സോ ഇത് ഞാൻ ക്ലീൻ ചെയ്തതിനു ശേഷം ക്ലീൻ ടൈം കാണിച്ചു തരാം. ഞാനിവിടെ കഷ്ടപ്പെടുമ്പോൾ ഇവിടെ കിടന്ന് ടി വി കാണാണ് ഗൈസ്. അത് വട്ടം പൊട്ടി ചൊറക്കനെ വെച്ചാൽ ടി വി ആണ് എപ്പോഴും. സൗണ്ട് കുറയ്ക്കുവോ? അതാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ. ഇതാണ് കഷ്ടപ്പെട്ട്. സോ ഗൈസ്, അപ്പോൾ നമ്മളിതാ ഫൈനലി നമ്മുടെ ലിവിങ് സ്പേസ് നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നിലം തുടയ്ക്കണം. സോ സാധാരണ നോർമലി എല്ലാം അരിവും മൂലയൊക്കെ നമ്മൾ ഫുള്ള് തട്ടി പൊടിയൊക്കെ താഴോട്ടതിന് ശേഷം ലാസ്റ്റാണ് ഫുൾ എല്ലാ ഭാഗവും ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ നിലം തുടയ്ക്കുക. അപ്പം ഇന്നും നമ്മൾ ലാസ്റ്റ് തന്നെയായിരിക്കും നിലം തുടയ്ക്കുക, കാരണം അതാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ നമ്മൾ നിലം തുടച്ച് പിന്നെയും പൊടി വീണ് പിന്നെയും അടിച്ചടിച്ച് നമ്മൾ കളിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമുക്ക് ഒറ്റയടിക്ക് പണി കഴിയും. സോ എന്നെ പോലെ ഇങ്ങനെ മടിയായിട്ടുള്ളവർക്കൊക്കെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. നിങ്ങൾ മൊത്തം ഇങ്ങനെ വലിച്ച് താഴോട്ടിടുക, അടിച്ചു വരാൻ ലാസ്റ്റ് തുടയ്ക്കുക. അങ്ങനെ നമ്മൾ ലിവിങ് സ്പേസ് ഉണ്ടാക്കി ക്ലീൻ ആക്കി. നമുക്ക് എൻ്റെ ബെഡ്റൂമാണ്. എൻ്റെ ബെഡ്റൂം ആരും കിടന്നുറങ്ങാനൊന്നും യൂസ് ചെയ്യില്ല, ആകെ അതിൻ്റെ അകത്ത് ബാത്റൂം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സോ എന്നാലും ബെഡിലൊക്കെ ഫുള്ള് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണ്. അപ്പം നമുക്ക് ആദ്യം എൻ്റെ ബെഡ്റൂമിൻ്റെ കോലം കാണാം. അപ്പം എൻ്റെ റൂമിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഹാളിനേക്കാളും അവസ്ഥാനന്തരാണ്. ബെഡിൽ ആണെങ്കിൽ ഫുൾ തുണിയൊക്കെ അയച്ചിട്ടുണ്ട്, കാരണം അവിടെ കിടന്നുറങ്ങില്ല. മാക്സിമം എല്ലാ തുണിയും ആറിട്ടൊക്കെ കൊണ്ടുവന്ന് ഈമനിട്ട് ലാസ്റ്റ് മടക്കിയൊക്കെ കഴിയാം. പിന്നെ അലമാരി ആണെങ്കിലും അലമാരിലും കുറേ മടക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ കുറച്ച് തുണികളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് അലക്കിടാനുള്ള തുണിയൊക്കെ നിലത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് ലാസ്റ്റ് റൂമിൻ്റെ ലുക്ക് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. സോ നമുക്ക് ലാസ്റ്റ് കാണാം. അതാണെങ്കിൽ റൂം കംപ്ലീറ്റ് വീട് മൊത്തം ഇൻറ്റീരിയർ ചെയ്യാൻ പോവാണ്, ഫുൾ മേക്ക് ഓവർ എന്ന രീതിയിൽ ചെയ്യാൻ പോവാണ്. അപ്പം അതാണ് എൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പം പെയിൻ്റൊന്നും അടിച്ചില്ല, പെയിൻ്റൊക്കെ അല്ല ആദ്യം അടിച്ചിട്ടുണ്ട്. കുറേ കാലമായി നമ്മൾ പിന്നെ ഒന്ന് പെയിൻറ്റിങ് ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു മഴ കഴിഞ്ഞിട്ട് പെയിൻ്റ് അടിച്ചിട്ട്
ഫുൾ ഇൻറ്റീരിയർ കൊടുക്കുക, റൂമൊക്കെ അടിപൊളിയാക്കുക. രണ്ട് റൂമും താഴെ 2 റൂമും ഡൈനിങ് സ്പേസും അടുക്കളയും ചെയ്യും, എന്തായാലും ഇൻറ്റീരിയർ ചെയ്യും. പിന്നെ നമ്മൾ മഴ കഴിഞ്ഞിട്ട് മുകളിലേക്ക് എടുക്കുകയും ചെയ്യും വീട്. അപ്പം അതുകൊണ്ട് അതൊക്കെയാണ് ഇപ്പം നിലവിലുള്ള പ്ലാൻ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നല്ല വൃത്തികേടായി കിടക്കുന്നുണ്ട് വീട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ മാറ്റിയെടുത്ത് നമ്മൾ ഇൻറ്റീരിയറൊക്കെ വർക്കൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഹോം ടൂർ എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. പക്ഷെ അതിൻ്റെ മുന്നുള്ളത് നമ്മളെ വീട് ഇൻറ്റീരിയറൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നുള്ള ഒരു ആഫ്റ്റർ ബിഫോർ ആയിട്ട് നമ്മളൊരു വീഡിയോ എന്തായാലും ചെയ്യും. പക്ഷെ ഇപ്പം ഞാനിത് വേഗം ക്ലീൻ ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. അലമാരിയിലൊക്കെ നമ്മൾ ഫുള്ള് മടക്കി വെച്ച് വൃത്തിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം. ഈ ഒരു വ്ളോഗ് ഞാൻ ഓൾറെഡി ഇട്ടതാണ്, പക്ഷെ ഈ വ്ളോഗ് എടുക്കുന്ന സമയത്ത് ഞാൻ ഇല്ലായിരുന്നു. ഞാൻ കാണിച്ചു തരാം. പറമ്പിൽ തന്നെ ഉണ്ടായതാണ്. 3 ഇലവനും കൂടെ പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇലവൻ പറിക്കുന്ന സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു ഗൈസ്, നാട്ടിലില്ലായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വീടിൻ്റെ അടുത്തൊക്കെ കൊടുക്കാൻ വേണ്ടി മുറിച്ച് അച്ഛൻ സെറ്റാക്കി വെച്ചാണ്. സോ അച്ഛൻ ഉണ്ടാക്കിയെടുത്തൊരു സമ്പാദനയാണ്. എൻ്റെ റൂമിൽ കൊണ്ടുവച്ചാണ് ഗൈസ്. ഇനിയൊന്നും മാന്തണ്ടെന്ന് വിചാരിച്ചാണ് ഇത് റൂമിൽ കൊണ്ടുവച്ചത്. സോ ഇനി എനിക്ക് ഈ വീട്ടിൽ എപ്പോഴും ചീത്ത കേട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു മെയിൻ ഏരിയ ആണ് നമ്മൾ ഇനി ക്ലീൻ ചെയ്യാൻ പോകുന്നത്. കാണിച്ചു തരാം. സ്റ്റെപ്പ് ഗൈസ്, ഇതെൻ്റെ മേക്കപ്പിൻ്റെ സാധനം എപ്പോഴും ഈ സ്റ്റെപ്പിലുണ്ടാവും. ഞാൻ രാവിലെ പോവുകയാണെങ്കിൽ ഞാനിത് ഈ ഒരു മിററിൽ നോക്കിയിട്ടാണ് നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യുക. അങ്ങനെ രാവിലെ പോവുകയാണെങ്കിൽ എല്ലാ സാധനവും ഇവിടെ ഇങ്ങനെ ഒന്നായിട്ട് വെതറും. ദെൻ പെട്ടെന്ന് നമ്മൾ ചെയ്യും, ഇതാക്കും, ഇവിടെ തന്നെ ഇട്ട് പോവും. രാത്രി ഞാൻ വരുന്നവരെ ഇത് ഇവിടെ തന്നെ ഉണ്ടാവും. രാത്രി വന്ന് എന്നും ഇങ്ങനെ ചീത്തയായിട്ടില്ല, എനിക്ക് ഉറക്കുണ്ടാവില്ല. നമ്മളൊരാൾ കയറി വരുമ്പോൾ സ്റ്റെപ്പ് മുതൽ കാണുമല്ലേ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും അടിയാണ് ഞാനും അമ്മയും അച്ഛനും കൂടെ. എന്നാലും ഞാൻ അതന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഡ്രസ്സിങ് ടേബിൾ വാങ്ങണം എനിക്ക്, എന്നാൽ പിന്നെ എല്ലാം ഇന്നലെ വെച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനത് മേടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ചീത്ത കേട്ട് ഞാൻ മടുത്ത് ഗൈസ്. അപ്പം നമുക്കിനി ഈ ഒരു സ്റ്റെപ്പ് ക്ലീൻ ചെയ്യണം. ഇതാണ് മെയിൻ പാർട്ട്. മേക്കപ്പ് സാധനമൊക്കെ എടുത്ത് നമ്മൾ ഒതുക്കി അടക്കി വെക്കണം. സോ ഇനി നമുക്കത് ചെയ്തിട്ട് കാണാം. നമ്മൾ സ്റ്റെപ്പും എല്ലാം ക്ലീൻ ചെയ്തു. സോ ഇനി നമുക്ക് നേരെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സ്പേസ് അത്യാവശ്യം കച്ചറയുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇതും കൂടെ ക്ലീൻ ചെയ്യാം. നമ്മളിതാ ഫുഡ് കഴിക്കുന്ന സ്പേസൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുക്കളയാണ്. സോ അടുക്കള ക്ലീൻ ചെയ്യാനൊന്നും കാര്യമായിട്ടില്ല. ഞാൻ ഓൾറെഡി ഇതാ അമ്മ ഏകദേശം മൊത്തം ക്ലീൻ ആക്കിയിട്ട് പോയതാണ്. ഇനി നമുക്ക് മെയിൻ പരിപാടി തുടയ്ക്കണം ഗൈസ്. അപ്പം നമുക്ക് ഇനി നേരെ തുടയ്ക്കാനുള്ള ഐറ്റംസ് ഒക്കെ എടുക്കട്ടെ. സോ ഗൈസ്, ഇത് നമ്മളെ വീട്ടിലുണ്ടാക്കിയ പെനോയിലാണ്. പെനോയിലൊക്കെ വേണ്ടവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിതാ ഇതിനകത്ത് ഒഴിക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ സാധാരണ ചെറിയ ഉപ്പിയിലാക്കി വെക്കലുണ്ട്. അപ്പോൾ ഇപ്പം ചെറിയ ഉപ്പിയിലാക്കി വെച്ച് കഴിഞ്ഞ് എനിക്ക് തോന്നി ഈ വെള്ളത്തിനേക്കാളും കൂടുതൽ ചിലപ്പോൾ പെനോയിലായിരിക്കും. ചിലപ്പോൾ ഞാൻ എൻ്റെ പാടിലോണ്ട് ചിലപ്പോൾ പോകും തുള്ളി ഗൈസ്. അപ്പോൾ നമുക്ക് തുള്ളി മതി, ബാക്കി നമുക്ക് അടപ്പിട്ട് വെക്കാം. നമുക്ക് വേഗം തുടയ്ക്കാം. ഞാനത് കാണിച്ചു തന്നതാണ്. നിങ്ങൾക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന നല്ലത് ചെറിയ ഒരു എമൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് ഇത്രയ്ക്ക് ഇതിലും കൂടുതൽ പെനോയിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ് പോയിന്റ്. സോ ഇനി നമുക്ക് തുടയ്ക്കാം. സോ ഗൈസ്, അപ്പം ഏകദേശം ഇനി തുടയ്ക്കാനും കൂടി ഉള്ളൂ. തുടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ക്ലീനിങ് ഡ്യൂട്ടി അവസാനിച്ചു. ഇനി അത് കഴിഞ്ഞ് കുറച്ച് അലക്കിയിടാനൊക്കെ ഉണ്ട്. അത് പിന്നെ അങ്ങ് ബാക്കിൽ പോയി അലക്കും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ക്ലീനിങ് ഡേ വ്ളോഗ് എന്ന് പറയാം. പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നുമില്ല. എത്രയെങ്കിലും ലാഗ് അടിപ്പിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പം നമ്മുടെ മാളു സ്റ്റോറീസിൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതാരെ സ്റ്റേ ട്യൂൺ.